നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നത്? നിങ്ങളോട് പറയാതെ സീക്രട്ടായിട്ട് വച്ചിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് ഈ റീഡിങ്ങിലൂടെ നോക്കാം. ഈ പേഴ്സൺ വളരെ ശക്തമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ഇഷ്യൂവിലാണ് എന്നുള്ളൊരു കാര്യം നിങ്ങളോട് ഹൈഡ് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാവുന്നത്. അത് ആ വ്യക്തിയുടെ ലൈഫിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയുള്ളൊരു കാര്യമാണ്. അത് ഈ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ കാരണം ആ വ്യക്തിയുടെ പഠന മേഖലകളിലോ ജോലി സംബന്ധമായ മേഖലകളിലോ വളരെയധികം ആ വ്യക്തി ബുദ്ധിമുട്ടുന്നു അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ആ ഒരു കാര്യം മേ ബി ആ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഒളിച്ചു വെക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളെ മാരി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ഒരു കാര്യവും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ആ വ്യക്തി നിങ്ങളുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ ആ വ്യക്തിയുടെ ഉള്ളില് ഇതുപോലൊരു ആഗ്രഹം ആ വ്യക്തി മറച്ചു വെച്ചിരിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസിലൂടെ ആ വ്യക്തി കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു കാര്യം ആ വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷെ ആ വ്യക്തി ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും അകന്നു പോകുന്നു. മേ ബി ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരിൽ നിന്നും അകന്നു പോകുന്നത് ആ വ്യക്തി ഇതിനിടയിൽ വളരെയധികം വിഷമത്തോടെയാണ് നോക്കിക്കാണുന്നത്. ആ വ്യക്തിക്ക് ഈ ഒരു കാര്യം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനും കഴിയുന്നില്ല. നിങ്ങളുടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ തന്നെ ആ വ്യക്തിയിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ആ വ്യക്തി ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും അവരെ വിട്ടു പോകരുതേ എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ രീതിയിൽ ആ വ്യക്തി വളരെയധികം പ്രെയർ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആ വ്യക്തിയുടെ ലൈഫിൽ വരുന്ന സമയത്തേക്കും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടാണ് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്. മേ ബി ഈ ഒരു സമയത്ത് പല കാര്യങ്ങളും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ലായിരിക്കാം. നിങ്ങളോട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിന് സ്ട്രോങ് ആയിട്ടുള്ളൊരു റീസൺ ഉണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മാസ്റ്റർ കാർഡ് 10 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ വെക്കാവുന്നതാണ്. ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു ഫാമിലി ലൈഫാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് മെമ്മറീസ് ഒരുപാട് ഈ വ്യക്തിയുടെ മനസ്സിൽ ആ വ്യക്തി സൂക്ഷിക്കുന്നുണ്ട്. വളരെ പവിത്രമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്നത്. ഓക്കെ. ഈ വ്യക്തി ഒരുപാട് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടുള്ള പേഴ്സൺ ആണ്. അതായത് ഒരു കാര്യങ്ങളും പുറമെ അധികം പറയാറില്ല. അവരുടെ ഒരു രഹസ്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാറില്ല. ഒരു പ്രോബ്ലംസും ഒരു പ്രോബ്ലത്തിലാണ് എങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളുമായിട്ട് ഒന്നും ഷെയർ ചെയ്യുന്നില്ല. ആ വ്യക്തിയുടെ പ്രോബ്ലംസ് എല്ലാം ആ വ്യക്തിയുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കൂടുതൽ പേർക്കുമുള്ള എനർജി കിട്ടുന്നത്. ഓക്കെ. എക്സ്പ്രസ് യുവർ ലവ്, അതായത് നിങ്ങളുടെ സ്നേഹം നിങ്ങൾ പലതരത്തിൽ ആ വ്യക്തിയോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ വ്യക്തി ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഓക്കെ. ലവ് ബിലീവ്സ്, അത് തന്നെയാണ് കാണുന്നത്. പല തരത്തിലായിരുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ എത്രമാത്രം നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് ആ വ്യക്തി നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള അതിനേക്കാളും ഒരു 100 ഇരട്ടി സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. പക്ഷെ അത് പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവാത്തതായിരിക്കാം. ആ വ്യക്തിക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയാത്തതുമായിരിക്കാം. വാട്ടെവർ മേ ബി, ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനിയും ഒരുപാട് എഫേർട്ടുകൾ എടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്.
കാരണം ഒരാളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ ഇനിയും നിങ്ങൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ചെറിയ ചെറിയ പിണക്കങ്ങളിലൂടെ നിങ്ങളിങ്ങനെ നോ കോൺടാക്ട് സിറ്റുവേഷൻ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരു സെലിബ്രേഷൻ മൊമെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഫ്യൂച്ചറിൽ വിവാഹം ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു പരിശ്രമം വളരെ അത്യാവശ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരു ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ നടക്കും. യെസ്, വീണ്ടും ഒരു സൂൺ കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു മാരീഡ് ലൈഫിലേക്ക് എത്തിപ്പെടട്ടെ എന്നാണ് ഇവിടെ കിട്ടുന്ന ഒരു എനർജി. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, ഇവിടെ ഓവറോൾ എനർജി ഇവിടെ കിട്ടുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെ ശക്തമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ്. ആ ഒരു കാര്യം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്ട്സോ അല്ലെങ്കിൽ നോ കോൺടാക്ട് സിറ്റുവേഷനോ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികൾക്ക് ആ വ്യക്തിയുടെ കരിയറിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇഷ്യൂ ഉള്ളതായിട്ടും കാണുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു മാരീഡ് ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ആ വ്യക്തി വളരെയധികം സ്ട്രോങ് ആയിട്ട് ഹൈഡ് ചെയ്തിരിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഒരിക്കലും ആ വ്യക്തി നിങ്ങളെ നഷ്ടപ്പെട്ടു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോടുള്ള യഥാർത്ഥമായ സ്നേഹം പോലും ആ വ്യക്തി ശരിയായ രീതിയിൽ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതെ ഹൈഡ് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാവുന്നത്. വളരെ ആത്മാർത്ഥമായിട്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു കാർമിക് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയായിരിക്കാം. അത്തരമൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആവുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ റിയൽ സോൾമേറ്റിനെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു കൊളീഗ് ആയിരിക്കാം ഈ ഒരു പ്രണയം നിങ്ങളിൽ നിന്നും ഒളിച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു യൂണിയൻ ആണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുക്കാൻ ഇതുവരെയും കഴിയുന്നില്ല. ഈ ഒരു സമയത്ത് ആ വ്യക്തി ആ ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോഴുള്ളത്. അതുപോലെ നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് തമ്മിൽ വളരെയധികം പരസ്പര വിശ്വാസമുള്ള വ്യക്തികളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ വ്യക്തി എത്രയും വേഗം നിങ്ങൾക്ക് ഒരു ഒരു കോണ്ടാക്റ്റിൽ വരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഈ കാര്യം എക്സ്പ്രസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ,